ഇങ്ങനെ തിയേറ്റർ റിവ്യൂസ് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആൾക്കാരിലേക്ക് അത് എത്തിയില്ല. അപ്പൊ അവിടുത്തെ ക്യൂ സിനിമാസ് ഒക്കെ തന്നെ ഒരു തട്ടിക്കൂട്ട് പ്രൊജക്ഷനും പറയുന്ന പോലെ സൗണ്ടൊന്നും അത്ര വലിയ രീതിയിലുള്ള സൗണ്ടൊന്നും കാണികൾക്ക് നൽകാൻ സാധിച്ചില്ല. അപ്പൊ അതൊക്കെ തന്നെ അത് മെയിൻ പോരായ്മയാണ് ആ മോളിന്റെ. പിന്നെ ഈ പറയുന്ന പോലെ ലുലു വന്നതിന് ശേഷം ഇപ്പൊ ഒരു മോൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഇന്നത്തെ കാലത്ത് ഇപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്കൊരു ചൂട് സമയത്ത് നമ്മൾ മോളിൽ വെറുതെ എങ്കിലും നമ്മളൊന്ന് കയറാറുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു തണുപ്പ് ആ ഒരു കൂളിംഗ് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ ഒക്കെ നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകും. അപ്പൊ ആ സമയത്ത് നമുക്ക് അവിടെ നമ്മൾ വെറുതെ പോവാണ്, നമ്മളുടെ ചിലവില്ലാതെ വെറുതെ പോവാണെങ്കിൽ പോലും നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അത്യാവശ്യം ഷോപ്സും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് അത്യാവശ്യം നിരവധി ഗെയിംസ് കളിക്കാനുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ വേണം. കാരണം എന്നാലാണ് ഒരു മോളിൽ നമുക്ക് പോകുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. കാരണം ഒരാളൊഴിഞ്ഞ സെറ്റപ്പാണ് നമുക്ക് കാണാനൊരു ഭംഗി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നമുക്ക് അല്ലെങ്കിൽ പോകാനൊരു എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ 2013 ശേഷം ഈ ലുലു മോൾ വന്നതിന് ശേഷം ഈ പറയുന്ന പോലെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഫൺ ട്യൂറ അല്ലെങ്കിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് പോലുള്ള സംഭവങ്ങളൊക്കെ വന്ന സമയത്ത് ഈ ഗോൾഡ് സൂക്ക് അപ്പോഴും പിന്നിലായിരുന്നു. കാരണം ഗോൾഡ് സൂക്ക് അപ്പോഴും അവിടെ സാധാ റീറ്റെയിൽ ഷോപ്സും അല്ലെങ്കിൽ പറഞ്ഞ ഗോൾഡ് ജ്വല്ലറി ഷോപ്സും അല്ലെങ്കിൽ പറഞ്ഞ പോലെ KFC ചിക്കിങ് പോലുള്ള റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു അതിലൊതുങ്ങിപ്പോയി. കാരണം നമ്മളൊരു കാലം മാറുന്നതനുസരിച്ച് നമ്മൾ ട്രെൻഡ് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ആൾക്കാരുടെ പൾസ് അറിഞ്ഞിട്ട് ആൾക്കാർക്ക് എന്താണോ വേണ്ടത്, ജനങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ആൾക്കാരിലേക്ക് എത്തിക്കുക, നൽകുക എന്നുള്ളൊരു സംഭവമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇപ്പോൾ ഏത് ബിസിനസ് ആയാലും അങ്ങനെയാണ് നോക്കേണ്ടത്.